ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സാധനങ്ങൾ ക്രീപ്പ് പേപ്പർ, ഈ 2 കളേഴ്സ്, കമ്പി, ഗ്രീൻ ടാപ്പ്, നൂല്, പശ, കത്രിക. ആദ്യം ഈ കമ്പി എടുത്ത് ഇതിൻ്റെ ഒരു അറ്റം വളച്ച ശേഷം അതിലോട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് മടക്കി ഒന്ന് വച്ച് ചുറ്റി ഒരു ചെറിയ ബഡ്സ് രൂപത്തിൽ ആക്കിയെടുക്കാം. ഈ ടിഷ്യൂ പേപ്പറിന് പകരം കോട്ടൺ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനി ഈ ക്രീപ്പ് പേപ്പേഴ്സിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 10 × 2.5, ഇത് 5 × 5 ആണ്. ഈ പേപ്പർ എടുത്ത് ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ കിട്ടുന്ന വിധത്തിൽ ഈ രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കുക. പിന്നീട് ഒന്ന് 2ആയിട്ട് ഈ രീതിയിലൊന്ന് പിരിച്ചെടുക്കുക. ഇനി ഈ പിരിച്ച 2 സൈഡും നമുക്കൊന്ന് വിടർത്തിയ ആ നടുഭാഗം മാത്രം വിടർത്തുക. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബഡ്സ് ഒന്ന് വെച്ചു കൊടുക്കണം. നന്നായിട്ട് ആ ബഡ്സ് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഇനി ഇതൊരു നൂലുപയോഗിച്ച് കെട്ടിയെടുക്കാം. ഇനി ഈ ഗ്രീൻ പേപ്പർ എടുത്ത് ഒരു 5 പീസ് കിട്ടുന്ന വിധത്തിലാണ് 5ആയിട്ട് മടക്കിയെടുക്കുക. ഇനി ഒരു സൈഡ് ഒരു വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത ഭാഗം മെല്ലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ രീതിയിലൊന്ന് പിരിച്ചു കൊടുക്കുക. ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ അറ്റം 2ആയിട്ട് പിളർന്നിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതൊന്ന് വിടർത്തി കൊടുക്കാം. ഇനി ഈ ബഡ്സ് ഇതിലോട്ട് വെച്ച് നൂലുപയോഗിച്ച് കെട്ടി കൊടുക്കാം. പശ വെച്ചും ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ഈ കമ്പി ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചൊന്ന് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബഡ്സ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണിത്. ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോസിന് വേണ്ടി ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.